Hello everyone, welcome back to another video. ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ്. ഇവിടെ ഓട്ടം സീസണാണ്. ഓട്ടം സീസൺ എന്ന് പറയുമ്പോൾ മരങ്ങളിലെ ഇലകളെല്ലാം മഞ്ഞ കളറായി പൊഴിഞ്ഞു തുടങ്ങുന്നൊരു കാലമാണ്. വളരെ രസമുള്ളൊരു കാലാവസ്ഥയായിരിക്കും ഈ സമയത്ത്. ആ സമയത്ത് കാണാനും ഭയങ്കര ഭംഗിയാണ് അയർലൻഡിലെ പല സ്ഥലങ്ങളും. അപ്പോൾ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മാഗോ വ്യൂ പോയിൻ്റ് എന്ന് പറയും. ആ വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ചരിത്ര പ്രധാനമുള്ള മറ്റൊരു സ്ഥലത്തേക്കും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, പലപ്പോഴും സമ്മർ ആകുമ്പോൾ ഇവിടെ 4 മണിക്കൊക്കെ സൂര്യൻ വരും പുലർച്ചെ. പക്ഷേ ഇപ്പോൾ ഓട്ടമായതുകൊണ്ട് 6 മണിയായിട്ടും വെളിച്ചം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇരുട്ടത്താണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഇന്നത്തെ ട്രിപ്പിലും ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ സാധാരണ വരുന്ന ഫ്രണ്ട്സ് ബിസി ആയതുകൊണ്ട് അവരില്ല. അപ്പോൾ നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടം സീസൺ എന്ന് പറയുന്നത് തണുപ്പ് കാലം തുടങ്ങുന്നതിന് മുൻപുള്ള സീസണാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പ് ഉണ്ടാകും. അപ്പോൾ ഇന്ന് രാവിലെ 4 ഡിഗ്രിയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദൂരെ നമുക്ക് മലകളുടെ അവിടെ കോടമഞ്ഞൊക്കെ കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സമയമാണിത്. അപ്പോൾ നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പതുക്കെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സൺറൈസിൻ്റെ ഡ്രോൺ ഷോട്ട് എടുക്കാമെന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊരു വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഷോട്ട്സൊക്കെ എടുത്തു. വളരെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ആ സമയത്ത് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടി നമ്മളുടെ ഒന്നാമത്തെ ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് വിശന്നപ്പോൾ നമ്മൾ ഇടയ്ക്കൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതും കഴിഞ്ഞ് വളരെ ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഓടി നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ വലിയൊരു പൈൻമരക്കാടിൻ്റെ നടുവിലാണ് ഈ വ്യൂ പോയിൻ്റ്. അതിനിടയ്ക്ക് വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. ഇതല്ല ശരിക്കും നമ്മളുടെ വ്യൂ പോയിൻ്റ്, അത് വേറൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ വലിയൊരു പൈൻ ഫോറസ്റ്റാണ്. ഭയങ്കര രസമാണ് അതിന് നടുവിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ. പോരത്തിന് ഇന്നാണെങ്കിൽ നല്ല വെതറും വെയിലും നല്ലോണം വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള സെറ്റപ്പാണ്. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. കൂടാതെ രാവിലെ നേരത്തെയാണ്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡാണ്. കാം ആൻഡ് ക്വയറ്റായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ കാട്ടിലൂടെ ഓടിച്ച് നമ്മൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ പോയിൻ്റാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. കൂടാതെ നമുക്ക് ആ വ്യൂ പോയിൻ്റ് അറ്റം വരയ്ക്ക് കാറ് കൊണ്ടുപോയി ഡ്രൈവ് ചെയ്ത് നിർത്താൻ പറ്റും. അവിടെ അടിപൊളി പാർക്കിംഗ് സ്പേസൊക്കെ ആയിട്ട് വെരി നൈസ് പ്ലേസ്.
അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലൊക്കേഷൻ വളരെ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആയിരുന്നു, നമ്മളെ നിരാശപ്പെടുത്തിയില്ല, നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി, വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും അതിൻ്റെ ചെറിയൊരു ചരിത്രം പറഞ്ഞാലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. അതായത് 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ അയർലൻഡ് ഇന്ന് കാണുന്നത് പോലെ ഒരു റിച്ച് കൺട്രി ഒന്നും ആയിരുന്നില്ല. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടും അന്ന് ബ്രിട്ടൻ്റെ കോളനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഐറിഷ് പീപ്പിൾ അമേരിക്കയിലേക്ക് കുടിയേറി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥ പറയുന്ന ഒരു മ്യൂസിയമാണ് ഇത്. ആ കാലത്തെ ആളുകൾ അവിടെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയമാണ്. അവിടേക്ക് ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറോളം ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഒന്നുകൂടെ ലഞ്ച് കഴിക്കാൻ ഒരു ബ്രേക്ക് എടുത്തപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലത്ത് കുറേ അരുവിയുടെ ശബ്ദങ്ങൾ കേട്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അരുവി കൂടെ കാണാമെന്നുകൊണ്ട് പുറത്തിറങ്ങിയതാണിപ്പോൾ. അത്രയ്ക്ക് വലിയൊരു വെള്ളച്ചാട്ടമൊന്നും ആയിരുന്നില്ല അത്, ശരിക്കും പറഞ്ഞാൽ ഒരു അരുവി പോലെയുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമുക്കത് വളരെ വലിയൊരു വെള്ളം പോലെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല, അവിടെ നിന്ന് വേഗം നമ്മൾ വന്നു. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ അൾസ്റ്റർ അമേരിക്കൻ ഫോക്ക് പാർക്കിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു 3/4 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് നമ്മൾ എത്തും. രാവിലെ നേരത്തെ 4 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ എങ്കിലും ഇപ്പോൾ വളരെ നല്ല ക്ലിയർ സ്കൈയും സൂര്യനും വന്നിട്ട് ഇപ്പോൾ ടെമ്പറേച്ചർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, 10-13 ഡിഗ്രി ഉണ്ട്. സോ വളരെ നല്ല വെതറാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ അവസാനം നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ആ ഫോക്ക് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങൾ അകത്ത് കയറിയിട്ട് കാണിക്കാം. വളരെ ഫ്രണ്ട്ലി ആയ സ്റ്റാഫ്സ് ആയിരുന്നു റിസപ്ഷനിലാണെങ്കിലും ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ച ശേഷം അവർ നമുക്ക് ചെറിയൊരു ഗൈഡൻസ് തന്നു, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ വലിയൊരു മാപ്പ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് പുള്ളി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മളിനി കാഴ്ചകളിലേക്ക് പോവാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇത് വളരെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ചെന്ന് ഇറങ്ങിയ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ജീവിതമാണ് ഇതിലൂടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കാണുന്നത് ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ എങ്ങനെയാണ് എന്നുള്ളത്. അതിൻ്റെ ഒരു റെപ്ലിക്ക വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളുടെ നാട്ടിൽ നമ്മൾ ഓല കൊണ്ട് റൂഫ് ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ ഇവർ പുല്ലാണ് റൂഫ് മേയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനകത്ത് കയറി കഴിയുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം അവരവിടെ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് തുണി നെയ്ത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ നൂലുകൾ, പിന്നെ അത് നെയ്യാനുള്ള ചറുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ അവരുടെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ പ്രാകൃതമായ തരത്തിലുള്ളൊരു കട്ടിൽ, അതിനകത്തൊരു ബെഡ്. ഈ ബെഡിൽ തൊട്ട് മുൻപ് ഒരു സ്ത്രീ ഇവിടെ കാണാൻ വന്നിട്ട് അവർ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതിലെങ്ങനെയാണ് ഇവർ കിടക്കുന്നത് എന്നിട്ട് ഞാൻ പോയി തൊട്ട് നോക്കിയപ്പോൾ അത് ശരിക്കും അതിലൊരു സോഫ്റ്റ്നെസ് ഇല്ല, ഭയങ്കര കട്ട് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ ബെഡ് പോലെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ബെഡ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരുപയോഗിച്ച അലമാര, മറ്റ് ഫർണിച്ചറുകൾ, കണ്ണാടി, മെഴുകുതിരിയുടെ കാലുകൾ രാത്രി കൊളുത്ത് വയ്ക്കാൻ വേണ്ടി. പുല്ലുമേയുന്ന ഇതിൻ്റെ മേൽക്കൂര ഇവർ ബലപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാഴ്ചയാണ്. ഒരുപാട് ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ കറക്റ്റ് ക്രോസായിട്ട് വെച്ചിട്ട് അതിന് മുകളിൽ ചെളി കുഴച്ച് വെച്ച് അതിൻ്റെ മുകളിലാണ് ഇവർ പുല്ല് പാകിയിരിക്കുന്നത്. നമ്മളുടെ ഓലപ്പുരകളിൽ നമ്മളിങ്ങനെ ചെളി തേക്കാറില്ലല്ലോ, വളരെ കട്ടിയുള്ള ലെയറായിട്ട് ഓലകൾ വെക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്, സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അയർലൻഡിൻ്റെ വെതർ കണ്ടീഷനിൽ ഒരു വീട്ടിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണ് ഇത്. അതായത് വീട് ചൂടാക്കുന്ന സിസ്റ്റം. ഇന്നത്തെ കാലത്ത് ഗ്യാസ് കൊണ്ടും ഇലക്ട്രിസിറ്റി കൊണ്ടും ഒരു സ്വിച്ച് ഇട്ടാൽ മൊത്തം ഓണാവുന്ന സിസ്റ്റം ഉണ്ട്. പക്ഷെ അന്ന് ഇതൊന്നുമില്ല, ഇങ്ങനെ തീ കൂട്ടി കത്തിക്കുക തന്നെയാണ്. അപ്പോൾ ഈ സാധനം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര രസമാണ്. മെയിൻ റൂമിൻ്റെ ഭാഗത്ത് അതുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് പുക നേരെ ഉയർന്നു പോകാൻ വേണ്ടി അതിനുള്ളിലൂടെ ഹോളായിട്ടുള്ളൊരു സാധനവും ഏറ്റവും മുകളിൽ ചിമ്മിനിയും. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്കും നല്ല തണുപ്പാണ്, അതിനകത്ത് കയറി നിൽക്കുമ്പോൾ നല്ല ചൂടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, കരിയും പുകയും വീട്ടിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ മോഡേൺ ടെക്നോളജിയിലേക്ക് വഴിമാറി.
ആ വീട്ടിൽ നിന്നും ഇറങ്ങി നമ്മൾ നേരെ പോയത് ഒരു കൊല്ലൻ്റെ ആലയിലേക്കാണ്. കൊല്ലനാണ് ഒരു ഗ്രാമത്തിലെ ഒരു ഹീറോ എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഇത്രയും മെഷീനറിയും ടെക്നോളജിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പണി ആയുധങ്ങളും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളും കുതിരവണ്ടിക്കുള്ള ചക്രവും കുതിരയ്ക്കുള്ള ലാടവും അങ്ങനെ എല്ലാം ഇരുമ്പ് കൊണ്ടുള്ള എല്ലാ ഉപകരണവും ഉണ്ടാക്കുന്നത് ബ്ലാക്ക് സ്മിത്താണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഒരു ഗ്രാമത്തിൽ ബ്ലാക്ക് സ്മിത്ത് ചെയ്യുന്നതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരുപാട് ഐറ്റംസ്, അന്നത്തെ കാലത്തെ ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് കാഴ്ചയായിരുന്നു. അയർലൻഡിൽ നിന്ന് ആദ്യമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുടെ വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇയാളാണ് ആദ്യമായിട്ട് കുടിയേറിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാലത്ത് അയർലൻഡിൽ വളരെ പ്രതാപിയായിട്ടുള്ള ഒരാളായിരുന്നു. ഒരുപാട് കൃഷിയും കുതിരകളും കന്നുകാലികളും കോഴികളും അങ്ങനെയെല്ലാം ഉള്ള ഒരാളായിരുന്നു ഇതെന്നാണ് പറയുന്നത്. ഈ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോൾ നമ്മളുടെ നാട്ടിലെ ഒരു 90കളിലേക്ക് ഒരു കർഷക കുടുംബത്തിലേക്ക് കയറിപ്പോയ അതേ ഫീലാണ് ഇവിടെ. ഇങ്ങനെ കുതിരലായങ്ങളും തൊഴുത്തും വൈക്കോൽ കൂനകളും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉള്ളൊരു സെറ്റപ്പായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ വീടിനകത്ത് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധനം ഉണ്ടായിരുന്നത്, അന്നത്തെ കാലത്തെ അതേ വസ്ത്രം ധരിച്ച് അന്നത്തെ കാലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന തരത്തിലൊരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു. അടുത്തത് നമ്മൾ കയറി ചെന്നത് ആ കാലഘട്ടത്തിലെ ചേർച്ചായിരുന്നു. വളരെ അടിസ്ഥാനപരമായ ഒരു ബിൽഡിങ്ങിൽ വളരെ അടിസ്ഥാനമായ സൗകര്യങ്ങളുള്ള വലിയ പോഷൊന്നും അല്ലാത്ത ഒരു സാധാരണ ചർച്ചായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ അയർലൻഡിലെ ചർച്ചുകൾ എത്രമാത്രം മാറി എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. വളരെ വലിയ ചർച്ചുകളും ഉള്ളിൽ ചില്ല് ജാലകങ്ങളും ആഡംബരങ്ങളൊക്കെ ആയിട്ട് വേറെ ലെവലിലാണ് ഇപ്പോൾ ചർച്ചുകൾ ഉള്ളത് ഇവിടെ. അങ്ങനത്തെ ഒരു ചർച്ചിൻ്റെ ബ്യൂട്ടിഫുള്ളായ ചർച്ചിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ ബാക്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും കുറച്ചുകൂടെ നടന്നപ്പോൾ നമ്മൾ എത്തിയത് ഈ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലാണ്. ഇത് ആ കാലഘട്ടത്തിൽ അയർലൻഡിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സിസ്റ്റം പ്രകാരമുള്ള ഒരു സ്കൂളാണ്. ഒരു ടീച്ചറാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിലെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ആ കാലഘട്ടത്തിൽ ടീച്ചറിനെ പോലെ ഒരു ടീച്ചർ ഈ സ്കൂളിനകത്ത് ഉണ്ടായിരുന്നു. അവരിത് കാര്യങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് വളരെ നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. അതായത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നിരുന്നത് എന്നുള്ളതൊക്കെ. And it was predominantly Catholic schools, then your parents were likely to send you to school where it's more predominantly your religion or whatever. So it just has evolved over the years then. അവർ പറഞ്ഞതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നത്, അന്നത്തെ കാലത്ത് അയർലൻഡിൽ ഇംഗ്ലീഷിന് ഇന്നുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഐറിഷാണ് ഉപയോഗിക്കുക. പക്ഷേ സ്കൂളുകളിൽ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. കൂടാതെ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണിക്കുന്നത് പോലെ ഇംഗ്ലീഷ് അല്ലാതെ വേറൊരു ഭാഷ സംസാരിച്ചാൽ ചില പ്രൈവറ്റ് സ്കൂളുകൾ ഫൈൻ അടയ്ക്കുന്നത് പോലെ അയർലൻഡിൽ ആ കാലത്ത് ഇംഗ്ലീഷ് സംസാരിക്കണം നിർബന്ധമായിരുന്നു, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കുമായിരുന്നു എന്നൊക്കെ ടീച്ചർ പറഞ്ഞു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 18ാം നൂറ്റാണ്ടിൽ അയർലൻഡിലെ ഒരു സ്ട്രീറ്റ് എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സിറ്റി സെൻറ്റർ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. അത് റിയൽ സൈസിൽ ഇവരത് റിക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കാലത്തെ ഷോപ്പുകളും സ്ട്രീറ്റുകളും അങ്ങനെ എല്ലാം. അതിലിപ്പോൾ മറ്റേ ഫാർമസി ഉണ്ടാവും, ഇറച്ചി വിൽപ്പനക്കാരനുണ്ടാവും, തുണിക്കട ഉണ്ടാവും, അങ്ങനത്തെ എല്ലാ സ്ട്രീറ്റും അവരിവിടെ അതിനൊരു റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് അതിനിടയിൽ കൂടെ നടക്കാൻ. ഇതിൽ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പ്രസൻറ്റ് ഡേയിലെ സ്ട്രീറ്റിന് ഇതുമായിട്ട് ഏറെക്കുറെ വലിയ വ്യത്യാസമൊന്നുമില്ല. കടകളുടെ പേരോ വിൽക്കുന്ന സാധനങ്ങളോ മാത്രമേ മാറുള്ളൂ. ഇന്നും അതേ ഒരു ഡിസൈനാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈനുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇത് അന്നത്തെ കാലത്തെ ഒരു പ്രിൻറ്റിങ് ഷോപ്പാണ്. ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക, അത് ഫ്രെയിം ചെയ്ത് കൊടുക്കുക, പോസ്റ്റേഴ്സും ബ്രോഷേഴ്സൊക്കെ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി പ്രിൻ്റ് എടുക്കാനുള്ള പ്രിൻറ്റിങ് മെഷീന്, പ്രിൻ്റ് ചെയ്യുന്ന അക്ഷരങ്ങളുടെ അച്ച്, അതെല്ലാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു പ്രിൻറ്റിങ് മെഷീൻ ഞാൻ കണ്ടിട്ടില്ല. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാഴ്ചയായിരുന്നു.
കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് അയർലൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇവർ അന്നത്തെ കാലത്ത് പോയിരുന്നത് പായക്കപ്പലിലാണ്. ആ കപ്പലിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് ഒറിജിനൽ കപ്പലല്ല, അതിൻ്റെ ഒരു റെപ്ലിക്കയാണ്. അപ്പോൾ അതിൽ അവർ കിടന്നുറങ്ങുന്ന സ്ഥലമാണ് ഇത്. ഇങ്ങനത്തെ സ്ഥലത്ത് കിടന്നിട്ടൊക്കെയാണ് അവർ റഫ് സീയിലൂടെ പോയിരുന്നത്. 1 മാസത്തോളം എടുക്കും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്നാണ് ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞത്. നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു 16 മണിക്കൂറോളം ഫ്ലൈറ്റിലിരിക്കണം. അത് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1 മാസത്തോളം എടുത്ത് ഇങ്ങനെ പോയതൊക്കെ ആലോചിക്കുമ്പോൾ ഈ പാർക്കിൻ്റെ തീം എന്ന് പറയുന്നത് നമ്മൾ അയർലൻഡിനെ തുടക്കത്തിൽ കാണുന്നു. അതിലൂടെ നടന്ന ശേഷം നമ്മൾ ആ ഷിപ്പിൽ കയറി അത് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് അമേരിക്കയിലാണ് എന്നൊരു കോണ്ടെക്സ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നത് അമേരിക്കയിലേക്കാണ്. അവിടെ പോയിട്ട് നമ്മൾ ആദ്യം കാണുന്നത് അവിടുത്തെ ഒരു വീടാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ അയർലൻഡിൽ ചുമര് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ മരം കൊണ്ടാണ് ടോട്ടൽ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ തുടക്കത്തിൽ അയർലൻഡിൽ കണ്ടതുപോലെ കുറേ സ്ട്രഗിളിൻ്റെ കഥകളും കാഴ്ചകളും ഈ അമേരിക്കൻ പാർട്ടിലും ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞ് അവസാനം ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഈ വീട് കാണിക്കുന്നത് ആ എല്ലാ സ്ട്രഗിളിനും ശേഷം അവർ വളരെ സമ്പന്നരായി സുഖമായി ജീവിച്ചു. ആ കാലത്ത് ഇങ്ങനത്തെ വീടുകളിലാണ് താമസിച്ചിരുന്നത് എന്ന് കാണിക്കുന്ന രീതിയിൽ വളരെ വീടുള്ളൊരു വീടും കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ ഒരു പാർക്കിൻ്റെ യാത്രയുടെ അവസാനം. മൊത്തം നോക്കുമ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് അറിയാൻ പറ്റി. പിന്നെ പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലാവരുടെയും ജീവിതമൊക്കെ ഒരുപോലെ ആയിരുന്നു. അത്തരം കുറേ കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇപ്പോൾ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.